പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. കുറച്ചൊരിടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് കർണാമൃതത്തിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇന്ന് ഒരു കഥയാണ്. കൃഷ്ണഭക്തിയുടെ ആ കഥയുമായി ഇന്ന് കർണാമൃതത്തിലേക്ക് എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ വേണിയേച്ചിയാണ്. വേണിയേച്ചിയെ ഞാൻ കഥ പറയുവാനായി ചാനലിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കഥ എല്ലാ പ്രിയമിത്രങ്ങളും കേൾക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയമിത്രങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കേൾക്കാം കൃഷ്ണഭക്തി. കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലെ എൻ്റെ എല്ലാ സഹോദരന്മാർക്കും നമസ്കാരം. ഞാൻ വേണി വെങ്കടേശ്വരൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ യമുന കണ്ണന് പ്രിയപ്പെട്ടവളായത് എങ്ങനെ എന്നുള്ളതാണ്. കണ്ണൻ ജനിച്ച ഉടനെ വസുദേവർ കണ്ണനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി. ദേവകീദേവിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തൻ്റെ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് മാറോട് ചേർത്ത് നടന്നു. യമുനയുടെ കരയിലെത്തിയപ്പോൾ യമുന പുളകിതഗാത്രയായി ആകാംക്ഷയോടെ കണ്ണനെ കാണുവാൻ കൊതിച്ചു നോക്കി. പൊതിഞ്ഞു പിടിച്ചതുകൊണ്ട് യമുനയ്ക്ക് കണ്ണനെ കാണാനായില്ല. കണ്ണൻ്റെ കുഞ്ഞു മുഖം മാത്രമേ പുറത്തു കാണുന്നുള്ളൂ. വസുദേവർ കണ്ണനെ മാറോടടക്കി പിടിച്ചുകൊണ്ട് യമുനയിലൂടെ ഇറങ്ങി നടന്നു. യമുന കണ്ണനെ കാണുവാൻ കൊതിച്ചുയർന്നു വന്നു. വെള്ളം ഉയരുമ്പോൾ നനയാതിരിക്കാൻ വസുദേവർ കണ്ണനെ ഉയർത്തിപ്പിടിച്ചു. ഇത്രയും തൊട്ടടുത്ത് കണ്ണൻ വന്നിട്ടും തനിക്കൊന്ന് കാണുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അവൾ തളർന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പൂർണ്ണചന്ദ്രൻ ആകാശത്തു നിന്ന് പൊട്ടിച്ചിരിച്ചു. അത് കേട്ട് സങ്കടത്തോടെ യമുന ചന്ദ്രനെ നോക്കി. ചന്ദ്രൻ പരിഹാസത്തോടെ പറഞ്ഞു, കഷ്ടം, നീ ഒരു നിർഭാഗ്യവതി തന്നെ യമുനെ. ഇത്ര അടുത്ത് കണ്ണൻ വന്നിട്ടും നിനക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാൽ ഞാനോ എത്ര ദൂരെയാണ്, എന്നിട്ടും ആ സുന്ദരമുഖം എനിക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ പലതും പറഞ്ഞു പരിഹസിച്ചപ്പോൾ യമുന സങ്കടത്തോടെ പിൻവാങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് കണ്ണൻ തൻ്റെ കുഞ്ഞി കാലൊന്ന് കുടഞ്ഞു. അപ്പോൾ ഒരു പാദം പുറത്തു വന്നു. ആ കാൽവിരൽ തുമ്പ് ഒന്ന് യമുനയിൽ സ്പർശിച്ചു. യമുന ആനന്ദ നിർവൃതയായി. അവളിൽ നിന്നും കളകളാരവും ഉണ്ടായി. അപ്പോഴും ചന്ദ്രൻ, ഇതിലെന്ത് കാര്യം, നിനക്ക് കണ്ണനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വീണ്ടും പരിഹസിച്ചു. പക്ഷേ യമുന തനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ സംതൃപ്തയായി, സന്തോഷവതിയായി. യമുന കണ്ണൻ്റെ സ്പർശന സുഖസ്മൃതിയുടെ ലഹരിയിൽ സദാ ആനന്ദത്തോടു കൂടി ഒഴുകി. ചന്ദ്രനാകട്ടെ കാണുമ്പോഴെല്ലാം അവളെ കളിയാക്കും. അതൊന്നും യമുന ശ്രദ്ധിച്ചതേയില്ല. കാലം കടന്നുപോയി. കണ്ണൻ ഗോപികമാരോടുകൂടി ഹാരാസമാടി. അവർക്ക് ബ്രഹ്മാനന്ദത്തെ നൽകിയ വേളയിൽ ഓർത്തിരിക്കാതെ അതാ തൻ്റെ മാനസേശ്വരനായ കണ്ണൻ ഗോപികമാരോടുകൂടി തൻ്റെ സമീപത്തേക്ക് വരുന്നു. ആ ദർശനമാത്രയിൽ യമുന ഒഴുകാൻ മറന്നുപോയി. കണ്ണൻ ഗോപികളോടുകൂടി ജലക്രീഡയ്ക്കായി യമുനയിലിറങ്ങി. കണ്ണൻ തൻ്റെ സ്വതസിദ്ധമായ കള്ളച്ചിരിയോടെ തൻ്റെ കൈ പ്രേമപൂർവ്വം യമുനയുടെ കൈയോട് ചേർത്ത് പിടിച്ചു. യമുന ആനന്ദത്താലും അതിശയത്താലും പുളകിതയായി. എല്ലാം മറന്നു നിന്നു. ചന്ദ്രൻ അത് കണ്ടു. ഇതാ കണ്ണൻ ബ്രഹ്മർഷികൾ പോലും കൊതിക്കുന്ന രാസകേളിയിൽ യമുനയെയും കൂട്ടിയിരിക്കുന്നു. അഹോ ഭാഗ്യം! ഈ പുണ്യവതിയെയാണല്ലോ ഞാൻ പരിഹസിച്ചത്. ചന്ദ്രൻ്റെ മുഖം നാണത്താൽ വിളറി. യമുന അത് കണ്ടു. അവൾ പറഞ്ഞു, അങ്ങ് എന്തിനു വിഷമിക്കുന്നു? അങ്ങയുടെ നിരാക്കൈകൾ നീട്ടൂ, ഞാൻ ആ കൈകളിൽ പിടിക്കാം. അപ്പോൾ അങ്ങേക്കും ഈ ക്രീഡയിൽ പങ്കുചേരാമല്ലോ. ചന്ദ്രൻ അതിശയിച്ചു. യമുനെ, ഞാൻ നിന്നെ ഇത്രയും പരിഹസിച്ചിട്ടും നീ, ദേവാ, അങ്ങ് എന്നെ പരിഹസിച്ചപ്പോൾ കണ്ണൻ എന്നോട് കാരുണ്യം തോന്നിയതാവാം. അന്ന് എനിക്ക് കണ്ണൻ്റെ സ്പർശനഭാഗ്യം ലഭിച്ചത്. എനിക്ക് ലഭിച്ച ആ പരമഭാഗ്യത്തെ സദാ സ്മരിച്ച് ഇത്രയും കാലം ചെയ്ത തപസ്സിൻ്റെ ഫലമാണ് ഇന്ന് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഈ ആനന്ദം അങ്ങേക്ക് കൂടി പകർന്നു തരുന്നതാണ് എനിക്ക് സന്തോഷം. അങ്ങ് എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ആ കൈകൾ നീട്ടിയാലും. യമുനയുടെ വാക്കുകൾ കേട്ടപ്പോൾ കണ്ണൻ അതീവ പ്രേമത്തോടെ യമുനയെ തൻ്റെ മാറോട് ചേർത്ത് പുണർന്നു. യമുനെ, നീ എന്നും എനിക്ക് പ്രിയപ്പെട്ടവളാണ്. നിന്നെപ്പോലെ വന്നു ചേരുന്ന പ്രതികൂലങ്ങളെല്ലാം അനുകൂലമാക്കുന്ന നിർമ്മല മനസ്സുള്ളവർ തുലോം കുറയും. അനാവശ്യമായി നേരിടേണ്ടി വരുന്ന പരിഹാസവും നിന്ദയും സ്വർണത്തെ അഗ്നിയിൽ പഴുപ്പിച്ചു കൂടം കൊണ്ട് അടിച്ചു മാറ്റുകൂട്ടുന്നത് പോലെ മുജ്ജന്മാർജിതമായ കർമ്മദോഷങ്ങളെ ഇല്ലാതാക്കും. എനിക്ക് നിന്നോടുള്ള നിത്യപ്രേമത്തിൻ്റെ പ്രതീകമായി ഞാനിതാ എൻ്റെ ശ്യാമവർണ്ണം നിന്നിലേക്ക് പകരുന്നു. അന്നു മുതലാണത്രേ യമുനയിലെ ജലപ്പരപ്പിന്
കറുപ്പ് നിറമായത്. പിന്നീട് നാണിച്ച് തല താഴ്ത്തി നിൽക്കുന്ന ചന്ദ്രനോട് കണ്ണൻ പറഞ്ഞു, ഹേ നക്ഷത്രേശ്വര, എൻ്റെ മുഖം കാണുവാൻ കൊതിച്ച യമുനയെ അങ്ങ് അത്യധികം പരിഹസിച്ചു. അതിനാൽ ഇനി മുതൽ പൂർണ്ണചന്ദ്രൻ വരുന്ന രാത്രികളിൽ എൻ്റെ പരിപൂർണമായ രാധാകൃഷ്ണ സ്വരൂപം ചന്ദ്രബിംബത്തിൽ തെളിഞ്ഞു കാണും. അതുകൊണ്ട് യമുന പരമാനന്ദം അനുഭവിക്കും. മാത്രമല്ല, നിറഞ്ഞ പ്രേമത്തോടെ എന്നെ കാണുവാൻ കൊതിച്ചു നോക്കുന്ന എല്ലാവർക്കും രാധാകൃഷ്ണ സ്വരൂപ ദർശനം സാധ്യമാകും. എന്നാൽ അങ്ങയ്ക്ക് മാത്രം ആ ദർശനഭാഗ്യം ലഭിക്കില്ല. ഇത് കേട്ടപ്പോൾ യമുനയ്ക്ക് ദുഃഖമായി. ശ്യാമസുന്ദര, എനിക്ക് ഈ പരമാനന്ദത്തെ പ്രദാനം ചെയ്ത നിശാനാഥനെ ഒരു ദുഃഖമുണ്ടാവുന്നത് എന്നിൽ വിഷമമുണ്ടാക്കുന്നു. അങ്ങയുടെ ദർശനം ലഭിക്കാത്തതിലുള്ള ദുഃഖം അനുഭവിച്ചവളാണ് ഞാൻ. ആ ദുഃഖം ആർക്കും അനുഭവിക്കാൻ ഇടവരരുത് നാഥ. കണ്ണൻ പറഞ്ഞു, പ്രിയേ, നിന്റെ നന്മ പരമശ്ലാഘനീയം തന്നെ. പരമപവിത്രയായ നിന്നിൽ തെളിയുന്ന പ്രതിച്ഛായയിൽ ചന്ദ്രൻ എൻ്റെ യുഗള രൂപം ദർശിക്കട്ടെ. അതാണ് കൃഷ്ണപ്രേമത്തിൻ്റെ മഹത്വം. കണ്ണൻ്റെ ഭക്തന് പ്രിയപ്പെട്ടവരെ അവരുടെ ഗുണദോഷങ്ങൾ നോക്കാതെ കണ്ണൻ തന്നോട് ചേർക്കുന്നു. നമ്മെ നിന്ദിക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും നിറഞ്ഞ മനസ്സോടെ സ്നേഹിച്ചാൽ സ്നേഹസ്വരൂപനായ ഭഗവാൻ അവരുടെ ഉള്ളിലെ മനോമാലിന്യങ്ങളെ അകറ്റി അവരിൽ സ്വയം പ്രകാശിക്കുന്ന പരമാത്മസ്വരൂപം നമുക്ക് കാണിച്ചു തരും. അതുപോലെ അവർക്ക് എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കാണുവാനും സാധിക്കും. ഇനി പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ രാധാകൃഷ്ണന്മാരുടെ മുഖങ്ങൾ കാണാം. എല്ലാ മനസ്സുകളിലും കൃഷ്ണപ്രേമം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അക്ഷരപ്പൂക്കൾ എൻ്റെ കണ്ണന് പ്രേമാർച്ചനയായി സമർപ്പിക്കുന്നു. നമസ്തേ.